ഹലോ കൂട്ടുകാരെ, എനർജി കോഡ്സിനെ മനസ്സിലാക്കാനുള്ള ഈ ഒരു സീരീസിൽ ഈ ഒരു കണ്ടൻറ് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി ട്വിൻ ഫ്ലെയിംസിന് വേണ്ടിയുള്ളതാണ്. കാരണം ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ട്വിൻ ഫ്ലെയിംസുമായിട്ടുള്ള കോഡ് കട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിനു മുമ്പ് ഒരിക്കലും ട്വിൻ ഫ്ലെയിം കോഡ് കട്ടിങ്ങിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. കാരണം അത് അവെയർനെസ് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു വിസ്ഡം ഉള്ള സോൾസ് 1-to-1 സെഷൻസിൽ, അതായത് പേഴ്സണലായിട്ട് ഹീലിംഗ് സെഷൻസിൽ വരുമ്പോൾ മാത്രം അവർക്ക് പറഞ്ഞു കൊടുക്കുകയും മെഡിറ്റേഷനിലൂടെ ഒക്കെ ചെയ്യിക്കുകയും ചെയ്യുന്ന പല കാര്യങ്ങളാണ് ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 15 തൊട്ട് 20 ദിവസത്തിനുള്ളിൽ സെഷൻസ് എടുത്തവരിൽ 3 കൗൺസിലിംഗ് സെഷൻസിൽ വന്ന സോൾസ്, അത് റീസെൻ്റായിട്ട് അവേക്കനിങ്ങിലേക്ക് വന്ന സോൾസാണ്. അപ്പോൾ അവർക്ക് ട്വിൻ ഫ്ലെയിംസ് ആണ് ശരിക്കും. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഏതോ ഹീലേഴ്സിൻ്റെ അടുത്തുനിന്ന് സെഷൻസ് എടുത്തപ്പോൾ അവർ ട്വിൻ ഫ്ലെയിമോ ആയിട്ടുള്ള കോഡ്സ് കട്ട് ചെയ്യുകയും റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് അവർ ഫേസ് ചെയ്യുകയും ചെയ്തു. ഓഫ് കോഴ്സ് ഈ ഒരു ജേർണിയിൽ റൈറ്റും റോങ്ങും ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മളുടെ ആ ഒരു ജേർണിയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു കർമ്മ റിലേറ്റഡ് കാര്യമായിട്ട് പോസിറ്റീവായിട്ട് എടുക്കുക. പക്ഷേ ഈ ഒരു വീഡിയോ കേൾക്കുമ്പോൾ 1-2 പ്രാവശ്യം ക്ലിയറായിട്ട് കേട്ടിട്ട് ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും അതിനെക്കുറിച്ച് സ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ച് കഴിഞ്ഞിട്ടും വേണം പ്രാക്ടിക്കലായിട്ട് ഇക്കാര്യത്തിൽ നിങ്ങളുടെ ഒരു ഹീലിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ടോപ്പിക്ക് ട്വിൻ ഫ്ലെയിമോ ആയിട്ട് കോഡ് കട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കൗണ്ടർ പാർട്ട് എന്ന് പറയുന്നത് സെയിം എനർജറ്റിക് ഫ്രീക്വൻസിയുള്ള സെയിം സോളിൻ്റെ 2 ബോഡീസിലുള്ള ഇൻകാർണേഷനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരാത്മാവും 2 ശരീരവും എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ കോഡ് കട്ട് ചെയ്യുമ്പം എനർജറ്റിക് കോഡ്സാണ് കട്ട് ചെയ്യാറുള്ളത്, അല്ലേ? ഈ എനർജറ്റിക് കോഡ്സ് കണക്റ്റായി കിടക്കുന്നത് എനർജറ്റിക് ബോഡിയിലേക്കാണ്. ദോ അത് ഫിസിക്കൽ ബോഡിയിലൂടെയും മെൻ്റൽ ബോഡിയിലൂടെയും ഇമോഷണൽ ബോഡിയിലൂടെയും ഒക്കെ കണക്റ്റായി കിടന്നാലും അതിൻ്റെ ഒരു വേരുകൾ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ എനർജിയിലായിരിക്കും. അപ്പോൾ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് ഒരാത്മാവും 2 ബോഡിയും ആണെന്ന് പറഞ്ഞാൽ അവർക്ക് അൺഡിനേബിൾ ആയിട്ടുള്ള ഒരു സോൾ കണക്ഷനാണ് അവരോട് നമുക്കുള്ളത്, നമ്മളുടെ കൗണ്ടർ പാർട്ടിനോട് നമുക്കുള്ളത്. അതായത് ഒരു ഹാർട്ട് ടു ഹാർട്ട് ഗോൾഡൻ കളർ കോഡാണ്. അത് യൂണിവേഴ്സൽ എനർജി കൊണ്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഇത് യൂണിവേഴ്സായിട്ട് ഡിവൈനായിട്ട് തന്നിരിക്കുന്ന ഒരു കോഡ് ഹ്യൂമൻ ഇൻകാർണേഷനിൽ വന്നിട്ട് സോൾ ലെവലിൽ നമുക്കൊരിക്കലും കട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എടുത്ത് പറയുകയാണ്, നമ്മൾ തന്നെയാണ് നമ്മളുടെ ട്വിൻ ഫ്ലെയിം. അതുകൊണ്ട് തന്നെ ഹാർട്ട് ചക്ര ത്രൂ നമ്മൾക്കുള്ള ആ ഒരു സോൾ ലെവലിലുള്ള ഡീപ്പായിട്ടുള്ള കോഡ് എന്ന് പറയുന്ന ആ ഒരു ഡിവൈൻ കോഡ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കോഡെന്ന് പറയുന്നത്, അതായത് 2 ബോഡീസിലുണ്ടെങ്കിൽ പോലും ആ ഒരു സോളിൻ്റെ കണക്ഷനിലേക്ക്, ഡിവൈൻ കണക്ഷനിലുള്ള കോഡായതുകൊണ്ട് തന്നെ ഈ കോഡാണ് ഷെയർഡ് എനർജറ്റിക് ഫീൽഡിലും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഷെയർഡ് എനർജറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് ഫെമിനൈൻ എനർജിയിൽ ഒരു മൈൻഡ് കാണും. അതായത് ആ ബോഡി ഇൻകാർണേറ്റ് ചെയ്യുമ്പം നമ്മുടെയൊക്കെ ഹ്യൂമൻ ബോഡിയിൽ ഒരു മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു തിങ്കിങ് പാറ്റേൺ കാണും, അല്ലേ? അത് ഫെമിനൈൻ എനർജിയിലും കാണും, മസ്കുലൈൻ എനർജിയിലും കാണും. ഈ മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള തിങ്കിങ് പാറ്റേൺ ആണ് എപ്പോഴും ഇല്ലൂഷൻസിലും സെപ്പറേഷൻ കോൺഷ്യസ്നെസ്സിലും നമ്മളെ നിർത്തുന്നത്. സോളിലേക്ക് വരുമ്പോൾ ഒരു സോളാണ്. അപ്പോൾ ഈ കണ്ണിലൂടെ കാണുന്ന സംഭവങ്ങൾ കാണിച്ചുകൊണ്ട് മൈൻഡ് എപ്പോഴും നമ്മളെ മായയിൽ നിർത്താൻ നോക്കും. ഇത് തന്നെയാണ് നമ്മൾക്ക് ഭഗവത്ഗീതയിലും മറ്റുള്ള ഐതിഹ്യങ്ങളിലൊക്കെയും പുരാണങ്ങളിലൊക്കെയും ഈ മായയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ മായയെ കാണുമ്പോഴാണ് നമ്മളെപ്പോഴും സെപ്പറേഷൻ കോൺഷ്യസ്നെസ്സിൽ നിൽക്കുന്നത്.
എന്നാൽ എഗെയിൻ ഇവിടെ ടോപ്പിക്ക് വന്നിട്ട് ട്വിൻ ഫ്ലെയിമുമായിട്ട് കോഡ്സ് കട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ യെസ്, ഓഫ് കോഴ്സ് കട്ട് ചെയ്യാൻ പറ്റും. ഈ ഹാർട്ട് ടു ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഹാർട്ട് ടു ഹാർട്ട് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു എനർജറ്റിക് കോഡ് അല്ലാണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനും ശ്രദ്ധിച്ച് കേട്ടിട്ട് പ്രാക്ടിക്കലി ചെയ്യുക. കാരണം ഞാൻ ട്വിൻ ഫ്ലെയിമുമായിട്ടുള്ള കോഡ് എല്ലാ കോഡ്സും എന്നല്ല പറയുന്നത്, നിങ്ങൾക്കും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനും തമ്മിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഷെയർഡ് എനർജറ്റിക് ഫീൽഡിൽ നിൽക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് കോഡ്സ് ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഈ നെഗറ്റീവ് കോഡ്സ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇല്ലൂഷൻസ് എന്ന് നമ്മൾ പറയും. അതായത് നമുക്ക് ഒരു ഒബ്സഷൻ്റെ എനർജി ഉണ്ട് നമ്മളുടെ ട്വിൻ ഫ്ലെയിമിലേക്ക് ഉണ്ടെങ്കിൽ, നമുക്കൊരു ഓവർ തിങ്കിങ്ങിൻ്റെ എനർജി ഉണ്ടെങ്കിൽ, നമുക്കൊരു ജലസിയുടെ എനർജി ഉണ്ടെങ്കിൽ, നമുക്കൊരു ആങ്കറിൻ്റെ എനർജി ഉണ്ടെങ്കിൽ, അപ്പോൾ ഇതൊക്കെ നമ്മൾ കൊടുക്കുമ്പം, അതായത് എനിക്കിപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ കൗണ്ടർ പാർട്ടിനോട് ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ മിറർ എക്സസൈസ് ചെയ്യുമ്പോൾ ആ ദേഷ്യം എങ്ങോട്ടാണ് വരുന്നത്? എനിക്ക് എന്നോട് ദേഷ്യം ഉള്ളത് അവർ മിറർ ചെയ്ത് കാണിക്കുകയാണ്, എൻ്റെ കൗണ്ടർ പാർട്ട് മിറർ ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എനർജറ്റിക് കോഡ് ഞാൻ കട്ട് ചെയ്യുമ്പം ഞാൻ എന്താണ് ചെയ്യുന്നത് ശരിക്കും എന്ന് പറഞ്ഞാൽ, എൻ്റെ ഉള്ളിൽ കിടക്കുന്ന എന്നോട് എനിക്കുള്ള ദേഷ്യത്തിൻ്റെ എനർജറ്റിക് കോഡ്സ് ആയിരിക്കും ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ദ സെയിം വേ ആ ഷെയർഡ് എനർജറ്റിക് ഫീൽഡെന്ന് ഞാൻ പറഞ്ഞു, എനിക്കും എൻ്റെ ട്വിന്നിനും തമ്മിലുള്ള ആ ഒരു കണക്ഷനിൽ കിടക്കുന്ന എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് എനർജറ്റിക് കോഡ്സിനെ ഇങ്ങനെ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പിന്നെയും ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ളത് തേർഡ് പാർട്ടിയുമായിട്ടുള്ള കോഡ് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും. ഒരിക്കലും നിങ്ങളുടെ ട്വിന്നിനും തേർഡ് പാർട്ടിക്കും തമ്മിലുള്ള കോഡ് നിങ്ങൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ട്വിൻ, അതായത് എനർജറ്റിക് ഫീൽഡ് ഒന്നായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ തേർഡ് പാർട്ടിയോട് തോന്നുന്ന ഒരു ഇമോഷൻ എന്താണ്, എക്സ്പ്രഷൻ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എനർജറ്റിക് ഫീൽഡിൽ നിന്നും നിങ്ങളുടെ ട്വിന്നിൻ്റെ കാർമിക്സിനെ കട്ട് ചെയ്ത് വിടാവുന്നതാണ്. ആൻഡ് ആ കട്ട് ചെയ്ത് വിടുമ്പോൾ ഇനിയൊരു കാര്യം പറയാവുന്നതാണ്, ഡിവൈൻ ടൈമിങ്ങിൻ്റെ അനുസരിച്ച് എൻ്റെ കൗണ്ടർ പാർട്ടിൻ്റെ ലെസൺസ് കഴിയുമ്പം ഈ ഒരു തേർഡ് പാർട്ടി അവിടുന്ന് റിമൂവ് ആയിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളുടെ സോൾസിൻ്റെ എല്ലാ സോൾസിൻ്റെയും, അതായത് നിങ്ങളുടെയും തേർഡ് പാർട്ടീൻ്റെയും, നിങ്ങളുടെ ട്വിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സോള് തന്നെയാണ്. ഈ ഒരു എല്ലാ സോൾസിൻ്റെ ഹയസ്റ്റ് ഗുഡിനായിട്ട് യൂണിവേഴ്സ് എന്താണോ നിശ്ചയിച്ചിരിക്കുന്നത് അതിൻ്റെ അനുസരിച്ച് ഈ ഒരു കാർമിക് ലെസൺ അവിടെ ക്ലോസ് ആവുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ആ ഒരു കോഡ് എന്നിൽ നിന്നും തേർഡ് പാർട്ടിയിലേക്ക് കണക്റ്റായി കിടക്കുന്ന ആ ഒരു കോഡിനെ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കോഡ് കട്ടിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, നെഗറ്റീവ് കോഡ്സ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാം. ആദ്യം ഡീപ്പ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കാവുന്നതാണ്. ജസ്റ്റ് ഒരു 10 to 20 മിനിറ്റ്സ് ആരും ശല്യം ചെയ്യാത്ത ഒരു പീസ്ഫുള്ളായിട്ടുള്ള പ്ലേസിലിരിക്കുക. ഏതൊരു സമയത്തും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, ഡീപ്പ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ സ്പിരിച്വൽ ടീമിനെ ഇവോക്ക് ചെയ്യാവുന്നതാണ്. സ്പിരിച്വൽ ടീം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദേവീ ദേവന്മാർ, ഗുരുക്കന്മാർ, അല്ലെങ്കിൽ ഏഞ്ചൽസ്, ആർക്ക് ഏഞ്ചൽസ്, ഗാർഡിയൻ ഏഞ്ചൽസ്, ആരൊക്കെയാണോ നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷനായിട്ട് നിങ്ങളുടെ ജേർണിയിൽ നിൽക്കുന്നത് അവരെയൊക്കെ നിങ്ങൾക്ക് ഇവോക്ക് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് നിങ്ങളുടെ ട്വിന്നിൻ്റെ ഹയർ സെൽഫിൻ്റെ അടുത്തുനിന്ന് പെർമിഷൻ എടുക്കുക. ആൻഡ് 3D സെൽഫിനെ നിങ്ങൾ മുമ്പിൽ വിഷ്വലൈസ് ചെയ്യുക. ഈ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഡീപ്പ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുത്തുകൊണ്ട് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അവരോട് 3D സെൽഫിലേക്ക് നിങ്ങൾക്ക് അൺകണ്ടീഷണൽ ലവ് അല്ലാതെ തോന്നുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് കിടക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇത് ചക്രാസിലൂടെ എന്നല്ല ഞാൻ പറയുന്നത്, ചക്രാസ് റിലേറ്റഡ് അല്ല, നമുക്ക് തോട്ട് പാറ്റേൺ മേ ബി അത് നമ്മൾക്ക് ഒത്തിരി കോട്ട്സായിട്ട് നമ്മുടെ തേർഡ് ഐ ചുറ്റും അല്ലെങ്കിൽ തേർഡ് ഐയുടെ പുറകിലൊക്കെ ആയിരിക്കും നമുക്ക് തോന്നുന്നത്. അതല്ല, നമുക്ക് സംസാരിക്കാൻ ഒരു പ്രശ്നമുണ്ടെങ്കിൽ, എക്സ്പ്രസ് ചെയ്യാൻ പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ ത്രോട്ട് ചക്ര റിലേറ്റഡ് ആയിട്ടുള്ള എനർജറ്റിക് സെൻറ്റേഴ്സിലോ അതിന് ചുറ്റുമൊക്കെ ആയിട്ട് നമുക്ക് കോഡ്സ് കാണാം. ഹാർട്ട് ടു ഹാർട്ട്, എപ്പോഴും ഹാർട്ട് ചക്രയിൽ നമുക്ക് പെയിൻ വരും ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ, ഹീലിംഗ് ഡ്യൂറിങ് ദ ഹീലിംഗ്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ
നമുക്കും നമ്മളുടെ കൗണ്ടർ പാർട്ടിനും ആ ഒരു ക്ലോസ്ഡ് ഹാർട്ട് ചക്ര ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു അൺകണ്ടീഷണൽ ലവിലേക്ക് വരാനായിട്ട് എപ്പോഴും യൂണിവേഴ്സ് ഹാർട്ട് ചക്രയെ ക്ലെൻസ് ചെയ്യും, സർഫേസിൽ കൊണ്ടുതരും ഇഷ്യൂസിനെ. അപ്പോൾ ഇവിടെ ഈ ഹാർട്ട് ടു ഹാർട്ട് ഉള്ള ആ ഒരു ഗോൾഡൻ ആ ഒരു കോഡിനെ വിഷ്വലൈസ് ചെയ്തിട്ട് ആ ഗോൾഡൻ കോഡ്സിൻ്റെ ചുറ്റും ഉള്ള ഡാർക്ക് കളർ കോഡ്സിനെ ഒക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് വിടാവുന്നതാണ് വിത്ത് ഡിവൈൻ പെർമിഷൻ. അതായത് ഗോൾഡൻ കളർ കോഡല്ല കട്ട് ചെയ്യുന്നത്, അതിൻ്റെ ചുറ്റും ചുറ്റിപ്പറ്റി നിൽക്കുന്ന ബ്ലാക്ക് കളർ കോഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ബ്ലൂ കളർ കാണാൻ പറ്റും. നമുക്ക് മനസ്സിലാകും ഇതൊരു നെഗറ്റീവ് കോഡാണ്. ഇവിടെ ഞാൻ ഈ ഒരു കോഡിലൂടെ ഞാൻ എൻ്റെ ട്വിന്നിലേക്കും യൂണിവേഴ്സിലേക്കും കൊടുക്കുന്നത് ഒരു അൺകണ്ടീഷണൽ ലവ് അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതിപ്പോൾ നിങ്ങളുടെ ഏതൊരു ഇൻസെക്യൂരിറ്റിയും ആവാം, അതിനെ പതിയെ കട്ട് ചെയ്ത് വിടുക. അത് മൊത്തം യൂണിവേഴ്സിലേക്ക് അലൈൻഡ് ആയിട്ട്, അതായത് ആ കോഡ്സ് എല്ലാം യൂണിവേഴ്സിലേക്ക് മേർജ് ആയത് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ്. ഇത് കഴിയുമ്പം നിങ്ങളുടെ എനർജി നിങ്ങൾ ടേക്ക് ബാക്ക് ചെയ്യുക. അതായത് നിങ്ങളുടെ ട്വിന്നിൻ്റെ അടുത്തു നിന്ന്, ട്വിന്നിൻ്റെ 3D സെൽഫിൻ്റെ അടുത്തു നിന്നും നിങ്ങളുടെ എനർജിനെ നിങ്ങൾ ടേക്ക് ബാക്ക് ചെയ്യുക. ചെയ്തിട്ട് ലവ് ആൻഡ് ലൈറ്റ് സെൻഡ് ചെയ്യുക ആ ഒരു 3D സെൽഫിന്. ആൻഡ് ഡിവൈൻ എനർജീസിന് താങ്ക് യു പറയുക. ധാരാളം വെള്ളം കുടിക്കുക. ഇതിനെക്കുറിച്ച് ആ ഒരു കോഡ് കട്ടിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പെയിൻ വരുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള ഇമോഷൻസ് വരുന്നുണ്ടെങ്കിൽ അതൊക്കെയും ജേർണലിംഗ് ആയിട്ട് നോട്ട് ഡൗൺ ചെയ്തിട്ട് അതിനുവേണ്ടി പിന്നെയും മിറർ എക്സസൈസ് ചെയ്യാവുന്നതാണ്. പിന്നെയും ഇതേപോലെ തന്നെ കോഡ് കട്ടിങ്, നെഗറ്റീവായിട്ടുള്ള കോഡ്സിനെ കട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കോഡ് കട്ടിങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതല്ലാതെ നമ്മൾ ആ ഒരു ഹാർട്ട് ടു ഹാർട്ട് ആയിട്ട് കിടക്കുന്ന കോഡ്സിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അത് ഈവൻ ഫിസിക്കൽ ഹെൽത്തിലടക്കം വരും. അതല്ലാതെ ഇനിയൊരു കാര്യം പറഞ്ഞു തരാനുള്ളത്, നമ്മളുടെ കൗണ്ടർ പാർട്ടിൻ്റെയും ട്വിൻ ഫ്ലെയിമിൻ്റെയും ചക്രാസ് എപ്പോഴും ഇൻ്റർലിങ്ക്ഡ് ആണ്. ഓക്കെ, അതായത് അതുകൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്യുമ്പം സിമിലർലി നമ്മളൊരു ഇഷ്യൂവിനെ ഹീൽ ചെയ്യുമ്പം സിമിലർലി അവരും അതിനെ മിറർ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ചക്രാസിൽ കിടക്കുന്ന ആ ഒരു ഗോൾഡൻ കളർ ഡിവൈൻ എനർജീസിലുള്ള കോഡ്സ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. ഓൺലി തിങ്, നിങ്ങൾക്ക് നിങ്ങളുടെ ട്വിന്നിലേക്ക് കിടക്കുന്ന നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസോ നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സോ ഏത് തരത്തിലുള്ള നെഗറ്റിവിറ്റി ആണോ നിങ്ങൾ ആ കണക്ഷനിലേക്ക് കൊടുക്കുന്നത്, ആ ഒരു കോഡ്സ് മാത്രം നിങ്ങൾക്ക് ഡിവൈൻ പെർമിഷനോടെ കട്ട് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾ പ്രാക്ടിക്കലി ഈ കാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് 1-2 പ്രാവശ്യം കേട്ടിട്ട് ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിച്ചിട്ട് മാത്രം ചെയ്യുക. കാരണം വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ സെപ്റ്റംബർ ഈ മാസം 11, 12, 13 ഈ 3 ദിവസങ്ങളിലായിട്ട് കോഡിപ്പെൻഡൻസി ആൻഡ് കൺട്രോളിങ് ഇഷ്യൂസിനെ കുറിച്ച് ഒരു ഹീലിംഗ് സെഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ സമയം ചോദിച്ച്, അതായത് ലൈവ് സെക്ഷൻ ആയിരിക്കും, ലൈവിൽ തന്നെ മെഡിറ്റേഷൻസും കാര്യങ്ങളും പല സ്പിരിച്വൽ ടൂൾസ് ഉപയോഗിച്ച് അതെങ്ങനെ ഹീൽ ചെയ്യാം, കോറിലേക്ക്, അങ്ങനെയുള്ള ഇഷ്യൂസിൻ്റെ കോറിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്ന് അത് പ്രാക്ടിക്കലി ചെയ്യിപ്പിക്കുന്നതായിരിക്കും. ആൻഡ് ടൈമിങ്സ് ചോദിക്കുന്നവർക്ക് നൈറ്റ് 7:30 to 8:30 PM ആയിരിക്കും ടൈമിങ്സ്. ആൻഡ് റെക്കോർഡഡ് സെഷൻസ് അടുത്ത 120 ഡേയ്സിലേക്ക് നിങ്ങൾക്ക് അവൈലബിലിറ്റിയിൽ വരുന്ന പോലെ ആയിരിക്കും തരുന്നത്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് സെഷൻസിനായിട്ട്, അതായത് പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിന്, പെയ്ഡ് ഹീലിംഗ് സെഷൻസിനായിട്ട്, ആകാശിക് ബുക്ക് റെക്കോർഡ്സ് റീഡിങ്സിന്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന, അതായത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്. ഓം നമഃ ശിവായ.